അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഹദീസ്, അതിൻ്റെ ഹെഡിങ് സ്വർഗലബ്ധിക്ക് അഥവാ സ്വർഗപ്രവേശനത്തിന് ഇത് മതിയോ എന്നതാണ്. നമുക്കാദ്യം ഹദീസ് ഒന്ന് വായിക്കാം. അൻ ജാബിരിൻ അന്ന റജുലൻ സഅല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഅയ്ത ഇദാ സ്വല്ലൈതു സ്വലവാത്തിൽ മക്തൂബാത്ത് വസുംതു റമളാന വഅഹ്ലൽതുൽ ഹലാല വഹറംതുൽ ഹറാമ വലം അസിദ് അലാ ദാലിക ശൈഅ അദ്ഖുലുൽ ജന്ന ഖാല നഅം. റവാഹു ബുഖാരി വ മുസ്ലിം. ബുഖാരി, മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച വളരെ പ്രാമാണികമായ മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്വഹാബി ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. നമുക്ക് അദ്ദേഹത്തെ ആദ്യം ഒന്ന് ലഘുവായിട്ട് പരിചയപ്പെടാം. ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബിയാണ്. മദീനയിലെ അൻസാറുകൾ, അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഖസ്റജ് ഗോത്രത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിമാരിൽ അദ്ദേഹവും ഉൾപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട രഹസ്യ സ്വഭാവത്തിൽ നടന്ന അഖബ ഉടമ്പടി, ആ ഉടമ്പടിയിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിൽ രക്തസാക്ഷിയാവുകയുണ്ടായി. 9 സഹോദരിമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിതാവ് രക്തസാക്ഷിയായതോടുകൂടി ഈ 9 സഹോദരിമാരെ സംരക്ഷിക്കേണ്ട വലിയ ഒരു സാമ്പത്തിക ബാധ്യതയിലേക്ക് അദ്ദേഹം എത്തപ്പെട്ടു. പിതാവ് ബദർ യുദ്ധത്തിലും ഉഹുദ് യുദ്ധത്തിലും പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സഹോദരിമാരെ സംരക്ഷിക്കാനായിട്ട് ബദർ യുദ്ധത്തിലും ഉഹുദ് യുദ്ധത്തിലും പങ്കെടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിമാർ, ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത 5 സ്വഹാബിമാരിൽ ഇദ്ദേഹവും ഉൾപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 1540 അധികം ഹദീസുകൾ ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം വിജ്ഞാനം തേടി ഇദ്ദേഹം ഈജിപ്ത്, ഷാം, സിറിയ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മദീന പള്ളിയിൽ അഥവാ മസ്ജിദുൻ നബവിയിൽ ഇദ്ദേഹം ഒരു വിജ്ഞാന സദസ്സ് നടത്തിയിരുന്നു. നിരവധി താബിഈങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് അറിവ് നേടിയിട്ടുണ്ട്. ഹിജറ 74-ാമത്തെ വർഷം, 94-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം അള്ളാഹുവിങ്കിലേക്ക് യാത്രയായത്. ഇത്രയേറെ പ്രധാനപ്പെട്ട പണ്ഡിതനായ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് നമ്മളിപ്പോൾ വായിച്ചത്. അദ്ദേഹം പറയുന്നു, അന്ന റജുലൻ, ഒരു മനുഷ്യൻ, സഅല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പല ചോദ്യങ്ങളുമായിട്ട് പല സഹാബിമാർ വരുമായിരുന്നു. അവരുടെ സംശയങ്ങൾ തീർക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരുന്നത്. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട്
നബിയോട് ചോദിക്കുകയാണ്, അറഅയ്ത ഇദാ സ്വല്ലൈതു സ്വലവാത്തിൽ മക്തൂബാത്ത്. റസൂലെ, താങ്കൾ അഭിപ്രായം പറയണം, അല്ലെങ്കിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾ ഞാൻ നമസ്കരിച്ചു. വസുംതു റമളാന, ഞാൻ റമളാൻ മാസത്തിൽ നോമ്പെടുത്തു. വഅഹലൽതുൽ ഹലാല, അനുവദനീയമായ കാര്യങ്ങളെ അനുവദനീയവും, വഹറംതുൽ ഹറാമ, നിഷിദ്ധമായ കാര്യങ്ങളെ നിഷിദ്ധമായിട്ടും ഞാൻ കണ്ടു. അതായത് അള്ളാഹ് ഹലാലാക്കിയ കാര്യങ്ങളെ ഹലാലായിട്ടും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ഹറാമായിട്ടും ഞാൻ കണ്ടു. വലം അസിദ് അലാ ദാലിക ഷൈഅ, അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ട് ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല. എങ്കിലും അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, നീ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പം എന്താണ് ഇദ്ദേഹം വന്നിട്ട് നബിയോട് ചോദിച്ചത്? ഈ ഹദീസിൻ്റെ ആശയം ഞാനൊന്ന് ചുരുക്കി നിങ്ങളോട് പറയാം. അദ്ദേഹം ചോദിച്ച കാര്യം ഇതാണ്. ആരാണ് ചോദിച്ചത് എന്ന് ഇവിടെ വ്യക്തമല്ല. ഒരു മനുഷ്യൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ച കാര്യം ഇത്രയേ ഉള്ളൂ: ഞാൻ 5 നേരത്തെ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്നു. ഞാൻ റമളാൻ മാസത്തിലെ നിർബന്ധമായ നോമ്പ്, ആ നോമ്പ് ഞാൻ എടുക്കുന്നു. ഹലാലായ കാര്യങ്ങൾ ഹലാലായിട്ടും ഹറാമായ കാര്യങ്ങൾ ഹറാമായിട്ടും ഞാൻ കണക്കാക്കുന്നു. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മടി കൂടാതെ പറഞ്ഞു, നഅം, അതെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ ഒരു ലാളിത്യമാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ മനസ്സിലാക്കിയിട്ട് കൊടുക്കുന്ന ഉത്തരമാണ്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഈ ചോദിക്കാൻ വന്ന ആള് ഇസ്ലാമിനെ കുറിച്ച് എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പ്രവാചകർക്കറിയാം. ആ മനുഷ്യൻ മനസ്സിലാക്കിയത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മാത്രമാണ്. അതേപോലെ നോമ്പിൻ്റെ പ്രാധാന്യമാണ്. അതേപോലെ ഹലാല് ഹറാമുകളുടെ ഗൗരവമാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇസ്ലാമിൻ്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ഒരു അറിവ് അദ്ദേഹം നേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ മുഷിപ്പിക്കാതെ, അദ്ദേഹത്തെ വെറുപ്പിക്കാതെ ഒരു മറുപടി അദ്ദേഹത്തിന് കൊടുത്തു. നീ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു പാഠം, എത്രത്തോളമാണോ നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് അത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യുക. മനസ്സിലാക്കാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അത് മനസ്സിലാക്കിയ ശേഷം ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അതും ആ ആരാധനകളും കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ്. ഇപ്പോൾ ഞാനെന്ന വ്യക്തി ഇസ്ലാമിനെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ഇസ്ലാമിൻ്റെ ആരാധനകൾ, അതിൻ്റെ സാമൂഹികമായ കാഴ്ചപ്പാടുകൾ, അതിൻ്റെ കുടുംബപരമായ കാഴ്ചപ്പാടുകൾ, അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, അങ്ങനെ വളരെ സമഗ്രമായിട്ട് ആഴത്തിൽ ഞാൻ ഇസ്ലാമിനെ അതിൻ്റെ ആത്മാവ് തൊട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ഞാൻ അതിനെ മനസ്സിലാക്കിയ പോലെ തന്നെ നിർവഹിക്കേണ്ടി വരും. ഞാൻ അത്രയൊന്നും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഞാൻ എത്രയാണോ മനസ്സിലാക്കിയത് അത് ചിട്ടയോടെ കൃത്യമായിട്ട് നിർവഹിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് എന്നതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരം. ഇതേപോലെ മറ്റൊരു സംഭവം ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും.
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വരുന്നു. വന്നത് ഒരു മോഷ്ടാവാണ്. അദ്ദേഹം നബിയുടെ അടുക്കൽ വന്നിട്ട് എനിക്ക് നന്നാവണം എന്ന് നബിയോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് നൽകിയ ഒറ്റ ഉപദേശം മാത്രമേ ഉള്ളൂ. എന്താണ് ഉപദേശം? നീ കളവ് പറയരുത്. അദ്ദേഹത്തിന് സന്തോഷമായി. നന്നാവാനായിട്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്ത ഒറ്റ ഉത്തരമാണ് നീ കളവ് പറയരുത്. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായല്ലോ, എനിക്ക് വേറെ എല്ലാം ചെയ്യാമല്ലോ, കളവ് പറയരുത് എന്ന് മാത്രം, അപ്പം എനിക്ക് ബാക്കിയെല്ലാം ചെയ്യാം. പക്ഷെ ആ ഒറ്റ പോയിൻ്റ് അദ്ദേഹം പിന്നീട് ചിന്തിക്കുകയാണ്, ഞാനിനി എങ്ങനെ മോഷ്ടിക്കും? ഞാൻ മോഷ്ടിച്ച സാധനം അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഞാൻ വിൽക്കുമ്പോൾ അവർ ചോദിക്കും എവിടെ നിന്നാണ് എന്ന്. അപ്പോൾ എനിക്ക് കള്ളം പറയേണ്ടി വരും. ഇങ്ങനെ അദ്ദേഹം ഓരോന്നിനെ സംബന്ധിച്ചും ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് കള്ളം പറയേണ്ടി വരും. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അടിമുടി അദ്ദേഹം നന്നായി തീർന്നു. അദ്ദേഹത്തിന് തിന്മയിലേക്ക് പിന്നെ പ്രവേശിക്കാനേ സാധിക്കാത്ത രൂപത്തിൽ അദ്ദേഹത്തെ നന്നാക്കിയെടുക്കുന്ന ഒരു വർത്തമാനമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്, നീ കളവ് പറയരുത്. എത്ര മനഃശാസ്ത്രപരമായിട്ടാണ് പ്രവാചകൻ തൻ്റെ സഹാബിമാരെ ചികിത്സിച്ചിരുന്നത്. ആളുകളെ മനസ്സിലാക്കി അവർക്ക് കൊടുക്കേണ്ട ഉപദേശം കൊടുക്കേണ്ട സമയത്ത് അളന്ന് മുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിരുന്നു. അപ്പോൾ സ്വർഗലബ്ധിക്ക്, സ്വർഗപ്രവേശനത്തിന് നാം മനസ്സിലാക്കിയ ഇസ്ലാം, നാം മനസ്സിലാക്കിയ ഇബാദത്തുകൾ, അതിനെ പവിത്രതയോടെ അതിൻ്റെ ആത്മാവ് തൊട്ടറിഞ്ഞ് നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം എന്ന വലിയ ഒരു പാഠമാണ് നമ്മൾ ഈ ഹദീസിലൂടെ മനസ്സിലാക്കിയത്. രണ്ടാമതായി മനസ്സിലാക്കിയത്, ഈ ആളുകൾ നമ്മളോട് ഒരു ഉപദേശം തേടിയാൽ, ഒരു സംശയം ചോദിച്ചാൽ അവരെ തൃപ്തിപ്പെടുത്തുന്ന, അവരെ നന്നായി മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് ഉപദേശം കൊടുക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ആളുകളെ ഇടങ്ങേറാക്കുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ അല്ല കൊടുക്കേണ്ടത്. ലാളിത്യം തുളുമ്പുന്ന, എളുപ്പമുള്ള ഉപദേശങ്ങളാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് എന്നും ഈ ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ സാധിച്ചു. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. കാര്യങ്ങളെ മനസ്സിലാക്കാനും മനസ്സിലാക്കിയ പോലെ ജീവിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.